We are looking exercise 10.2 third question. Exercise 10.2 third question ആണ് നമ്മൾ നോക്കുന്നത്. Question ഇതാണ്: if the tangents PA and PB from a point P to a circle with a center O are inclined to each other at an angle 80 degree. We have to find the value of angle PAO. Okay. അതായത് നമുക്ക് രണ്ട് ടാൻജൻസ് പറഞ്ഞിട്ടുണ്ട് പി എയും പി ബിയും. അവിടെ നമുക്ക് സെന്റർ ഒ ആണ്. നമുക്ക് ഇതിന്റെ ഇടയിലുള്ള അതായത് ഈ ആംഗിൾ പി എന്ന് പറയുന്നത് അതാണ് നമുക്ക് 80 ഡിഗ്രി എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ 80 ഡിഗ്രി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി ഒ എ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് മൊത്തത്തിൽ നമുക്ക് വേണ്ട, ഇതിന്റെ ഇടയിലുള്ള പി ഒ എ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇത് മൊത്തത്തിൽ 80 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ആംഗിൾ എ പി ഒ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ്, ഇവിടെയും 40 ഡിഗ്രി ആണ്. രണ്ടും കൂടെ ചേർത്താണ് അവർ 80 ഡിഗ്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ തിയറം 10.2 ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതിയിരുന്നു ഇവിടെ ആംഗിൾ എ പി ഒയും ബി പി ഒയും ഈക്വൽ ആണ് അല്ലെ. അപ്പം ഒ പി എന്ന് പറയുന്ന ബൈസെക്ടർ ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 40 ഇവിടെ 40 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. അത് എ പിക്കും പി ബിക്കും പെർപെൻഡിക്കുലർ ആണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ രണ്ടും ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അത് നമുക്കറിയാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മതി അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ട്രയാങ്കിൾ എ പി ഒ. ട്രയാങ്കിൾ എ പി ഒയിൽ നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് അത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 180 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 ഇത് 90, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എത്രയായിരിക്കും? 90 പ്ലസ് 40 130, 180 നിന്ന് 130 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 50 ഡിഗ്രി കിട്ടും. ആംഗിൾ പി ഒ എ 50 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയാലും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 50 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് അല്ലെ. പെർപെൻഡിക്കുലർ ആണ്, ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിൾ ഒ എ പി ഈക്വൽ ടു 90 ഡിഗ്രി ആണ് അല്ലെ. അതോടൊപ്പം ആംഗിൾ എ പി ഒ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ് നമുക്ക് എഴുതാം. കാരണം ഒ പി എന്ന് പറയുന്നത് ബൈസെക്ടർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇൻ ട്രയാങ്കിൾ എ പി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളില് 3 ആംഗിൾസിന്റെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആംഗിൾസ് വരുന്നത്? ആംഗിൾസ് ഒ എ പി പ്ലസ് ആംഗിൾ എ പി ഒ പ്ലസ് ആംഗിൾ എ ഒ പി ഈക്വൽ ടു ഇവർ 3 പേരും കൂടെ ചേരുമ്പോൾ 180 ഡിഗ്രി ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച്. ഒ എ പി നമുക്കറിയാം 90 ഡിഗ്രി ആണ്, എ പി ഒ നമുക്കറിയാം 40 ഡിഗ്രി ആണ്, ആംഗിൾ എ ഒ പി നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ. ഇനി ആംഗിൾ എ ഒ പി കണ്ടുപിടിക്കാൻ നമുക്കറിയാം 180 നിന്ന് 90 പ്ലസ് 40 130 ആണ്. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 50 ഡിഗ്രി കിട്ടി. therefore ആംഗിൾ എ ഒ പി ഈക്വൽ ടു 50 ഡിഗ്രി. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആംഗിൾ എ ഒ പി 50 ഡിഗ്രി. ഓക്കെ ഓക്കെ, then fourth question നോക്കിക്കേ. fourth one, prove that the tangents drawn at the ends of a diameter of a circle. അതായത് നമ്മൾ ഒരു സർക്കിൾ വരച്ചു, അതിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് വേണം നമ്മൾ ടാൻജന്റ് വരയ്ക്കാനായിട്ട്. ഓക്കെ, ഓഫ് എ സർക്കിൾ ആർ പാരലൽ. അങ്ങനെ വരയ്ക്കുന്ന അത് ഡയമീറ്റർ വരച്ചു, ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്ന് നമ്മൾ 2 ടാൻജന്റ് വരച്ചു, ആ 2 ടാൻജന്റ് പാരലൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു സർക്കിള് ഓ സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിള്, അതിന്റെ ഡയമീറ്റർ ആണ് എ ബി അല്ലെ. സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് എ ബി എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയുന്നതാണ് ഈ ഡയമീറ്ററിന്റെ ഒരു എൻ പോയിന്റ് എയും ഒരെണ്ണം ബിയും ആണ് അല്ലെ. അതിൽ കൂടെ പാസ് ചെയ്തുകൊണ്ട് നമ്മൾ 2 ടാൻജന്റ് വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ടാൻജൻസ് ആണ് പി ക്യൂവും ആർ എസും. ഇത് രണ്ടും പാരലൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ
at the end of a diameter of a circle എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഡയമീറ്റർ വരച്ചിട്ട് അതിന്റെ എൻഡിൽ നിന്ന് നമ്മൾ രണ്ട് ടാൻജൻസ് വരയ്ക്കുന്നു. ആ രണ്ട് ടാൻജൻസ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയല്ലോ എന്താണ് ക്വസ്റ്റ്യൻ എന്താണുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എഴുതാം. എ സർക്കിൾ വിത്ത് സെന്റർ O and AB be the diameter, PQ and RS be the tangents. അല്ലെ, tangents which passes through the point A and B. ഓക്കെ, എയിലും ബിയിലും കൂടെ പാസ് ചെയ്ത് പോകുന്ന രണ്ട് ടാൻജന്റ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് PQ പാരലൽ ടു RS. PQ എന്ന് പറയുന്നത് RSന് പാരലൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ പഴയ നമ്മൾ പഠിച്ചിരിക്കുന്ന 10.1 വെച്ച് നമുക്ക് പറയാം വി നോ ദാറ്റ് ദ റേഡിയസ്, ഇവിടെ OA എന്ന് പറയുന്ന റേഡിയസ് ആണ്. OA ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അല്ലെ, അപ്പൊ ഇവിടെ OA എന്ന് പറയുന്നത് PQന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്കിവിടെ OAPയും OAQവും കിടപ്പുണ്ട്. അല്ലെ, OAPയും ഉണ്ട്, OAQവും കിടപ്പുണ്ട്. അല്ലെ, OAPയും OAQവും 90 ഡിഗ്രി ആണ്. അതോടൊപ്പം OB റേഡിയസ് ആണ്. ഇവിടെ നമുക്ക് OBRും അതോടൊപ്പം OBSും 90 ഡിഗ്രി ആണ്. അല്ലെ, ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതാം റേഡിയസ്, വി നോ ദാറ്റ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ്. വി നോ ദാറ്റ് റേഡിയസ് എന്ന് പറയുന്നത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും OA പെർപെൻഡിക്കുലർ ടു PQ. അല്ലെ, OA എന്ന് പറയുന്നത് PQന് പെർപെൻഡിക്കുലർ ആണ്. അതോടൊപ്പം OBPRSന് പെർപെൻഡിക്കുലർ ആണ്. OA PQന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ OAPയും ആംഗിൾ OAQവും 90 ഡിഗ്രിയാണ്. ഇവ രണ്ടുപേരും 90 ഡിഗ്രിയാണ്. അല്ലെ, അതോടൊപ്പം നമുക്ക് ഇത് വെച്ച് എഴുതാം ആംഗിൾ OBRും ആംഗിൾ OBSും 90 ഡിഗ്രിയാണ്. അല്ലെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മളിവിടെ 1 2 3 എന്ന് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1ഉം 3ഉം ഈക്വൽ ആണ്. ആംഗിൾ 1 ഈക്വൽ ടു 3 ആണ്, ആംഗിൾ 2 ഈക്വൽ ടു 4 ആണ്. കാരണം അത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അല്ലെ, രണ്ട് പാരലൽ ലൈനിൽ ഒരു ട്രാൻസ്വേഴ്സൽ വന്ന് വീഴുന്നു, അവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അതായത് ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അല്ലെ, അപ്പൊ നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് അനുസരിച്ച് നമ്മൾ അതാണ് എഴുതിയേക്കുന്നത്. അല്ലെ, ആംഗിൾ 1ഉം 3ഉം ഓൾട്ടർനേറ്റ് ആണ്, 2ഉം 4ഉം ഓൾട്ടർനേറ്റ് ആണ്. അത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് കിട്ടി, കാരണം അവർ രണ്ടുപേരും 90 ഡിഗ്രി ആണ്. അല്ലെ, സിൻസ് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3, ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 4. അല്ലെ, ഇവര് എന്ത് ആംഗിൾസ് ആണ്? യെസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അവിടെ ആ ലൈൻസ് പാരലൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലൽ ആണ്. ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെ, അപ്പൊ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore PQ parallel to RS എന്ന് എഴുതാം. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അവിടെ ലൈൻസ് പാരലൽ ആയിരിക്കും. ക്ലിയർ ആയാലോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്? ഇവിടെ ഒന്നും തന്നെ ഇല്ല, നമ്മൾ ഈ പഠിച്ച തിയറം മാത്രമേ ഉള്ളൂ. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ ഒരു തിയറം വെച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ലൈൻസ് പാരലൽ ആണെന്ന്. ഈ ലൈൻസ് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന്. ഓക്കെ, ഡിസ്കസ് ഫിഫ്ത് ക്വസ്റ്റ്യൻ. Question number 5. നോക്കിക്കേ, prove that the perpendicular at the point of contact to the tangent to a circle passes through the center. അതായത് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു ടാൻജന്റില്,
നമ്മൾ വരയ്ക്കുന്ന ആ പെർപെൻഡിക്കുലർ ലൈൻ എപ്പോഴും സെന്ററിൽ കൂടെ കടന്നു പോകണം, സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകണം എന്നാണ്, പോകുന്നുണ്ടോ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോകണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയാലും. അതായത് നമ്മൾ സർക്കിളിന്റെ സെന്റർ ആണ് O എന്ന് പറയുന്നത്, AB എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്, ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് P ആണ് അല്ലെ. അപ്പൊ നമ്മൾ P യിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്തിരിക്കണം എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ക്വസ്റ്റ്യൻ എന്താന്ന് ക്ലിയർ ആയല്ലോ? പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ at the point of contact, അതായതാണ് point of contact to the tangent to a circle passes through the center. സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ O ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം, let O be the center of circle and AB be the tangent at P. പോയിന്റ് ഓഫ് കോണ്ടാക്ട് P ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം, let O be the center of the circle. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. let O be the center of the circle and AB be the tangent at P. and AB be the tangent at P. അതായത് P എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളുടെ സർക്കിളിൽ ആ ടാൻജന്റ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ആൻഡ് എ ബി ദ ടാൻജന്റ് അറ്റ് പി. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് അല്ലെ. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞു, നമ്മളൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് അതിന്റെ ടാൻജന്റിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ നമ്മുടെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എഴുതാം, ദ പെർപെൻഡിക്കുലർ പി ടു എ ബി, ദ പെർപെൻഡിക്കുലർ പി to AB passes through the center O, passes through the center of the circle, passes through the center O. അതായത് ഓയിൽ കൂടിയാണ് ആ പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ പ്രൂഫ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ O എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി, ഓയും പിയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേഡിയസും ടാൻജന്റും കൂടെ വരുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറൊരു പോയിന്റ് നമ്മൾ ഈ സർക്കിളിൽ ഇടുകയാണ്. OA കൂടാതെ, സെന്റർ കൂടാതെ നമ്മൾ വേറൊരു പോയിന്റ് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ സർക്കിളിൽ ഇടുന്നു. ഓക്കെ, ലെറ്റ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ അറ്റ് പി പോയിന്റ് ഓഫ് എ ബി ഡസ് നോട്ട് പാസസ് ത്രൂ O. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുകയാണ് ഇതിപ്പം ഓയിൽ കൂടി അല്ല പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ലെറ്റ് the perpendicular drawn from P to AB does not passes through O. അതായത് O എന്ന് പറയുന്ന സെന്ററിൽ കൂടി does not passes through the center, passes through O. അതായത് O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നില്ല. let the perpendicular drawn from P to AB does not passes through the center. അപ്പൊ നമ്മൾ പറയുകയാണ്, it passes through X. അതിപ്പം എക്സിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. it passes through X. X എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയാണ് അത് പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ജോയിൻ OP ആൻഡ് XP, നമ്മൾ OPയും XPയും കൂടെ ജോയിൻ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഓയിൽ കൂടിയല്ല എക്സിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം ഇവിടെ ആ XPB എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പം ആംഗിൾ XPB എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, പിന്നെ നമുക്കറിയാം റേഡിയസ്, ഈ OP എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലെ. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. റേഡിയസ് പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, റേഡിയസ് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ തിയറം വെച്ച് നമുക്കറിയാം, വി നോ ദാറ്റ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു
ടാൻജന്റ് റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ആംഗിൾ ഒ പി ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. കാരണം റേഡിയസ് ആണ് ഒ പി എന്ന് പറയുന്നത്, അത് ടാൻജന്റിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന ആംഗിള് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് 1ഉം 2ഉം ഒന്ന് കമ്പയർ ചെയ്യാം. രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ടിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. റൈറ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡും എന്താന്ന് എഴുതാം, ഈക്വൽ ആണെന്ന് എഴുതാം. ഫ്രം 1 and 2 നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ എക്സ് പി ബി ഈക്വൽ ടു ആംഗിൾ ഒ പി ബി എന്ന് എഴുതാം. കാരണം റൈറ്റ് സൈഡ് ഈക്വൽ ആണ്, ലെഫ്റ്റ് സൈഡും അതുകൊണ്ട് ഈക്വൽ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിക്കേ. ഇവിടെ ഒ പി ബിയും എക്സ് പി ബിയും 90 ഡിഗ്രി ആണോ വരുന്നത് നോക്കിക്കേ. ഒ പി ബിയേക്കാൾ ചെറുതാണ് എക്സ് പി ബി വരുന്നത് അല്ലെ. ഇതാണ് ഒ പി ബി എന്ന് പറയുന്നത്. എക്സ് പി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയേ ഉള്ളൂ അല്ലെ. അപ്പൊ ഒ പി ബിയേക്കാൾ ചെറുതാണ് ആര്, എക്സ് പി ബി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഫിഗറിൽ നിന്ന് എഴുതാം. ഫ്രം ദ ഫിഗർ, നമ്മൾ ആ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആംഗിൾ എക്സ് പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ പി ബിയേക്കാൾ ചെറുതാണ്. കാരണം ഒ പി ബി 90 ഡിഗ്രി വരും അല്ലെ. ഇത് 90 ഡിഗ്രി ആണ്, പക്ഷെ ഇത് 90 ഡിഗ്രി വരില്ല, അത് 90 ഡിഗ്രി താഴെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഈ എക്സ് പി ബി ഈക്വൽ ടു ഒ പി ബി എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? എക്സ് പി ബി ഈക്വൽ ടു ആംഗിൾ ഒ പി ബി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് രണ്ടും ഈക്വൽ അല്ല. കാരണം നമ്മളിപ്പോ ഫിഗറിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒ പി ബി ആണ് വലുത് 90 ഡിഗ്രി, എക്സ് പി ബി അതിൽ താഴെയാണ്. അപ്പൊ നമുക്ക് എഴുതാം therefore എക്സ് പി ബി ആംഗിൾ എക്സ് പി ബി ഈക്വൽ ടു ആംഗിൾ ഒ പി ബി എന്ന് നമ്മൾ എഴുതിയേക്കുന്നത് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല. കാരണം നമ്മൾ ഫിഗറിനകത്ത് നോക്കുമ്പോൾ അറിയാം അത് രണ്ടും ഈക്വൽ അല്ല, അത് രണ്ടും 90 ഡിഗ്രി അല്ല വരുന്നത് അല്ലെ. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ ഒ പി ആൻഡ് എക്സ് പി കോയിൻസിഡന്റ്. അതായത് ഈ ഒ പി എന്ന് പറയുന്ന ലൈനിൽ തന്നെയാണ് ഈ എക്സ് കിടക്കുന്നതെങ്കിൽ, ഒ പി എന്ന് പറയുന്ന ലൈൻ, ഇത് ഒ പി എന്ന് പറയുന്ന ലൈനാണ്, ഇവിടെ തന്നെയാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എങ്കിൽ നമുക്ക് പറയാം അത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. ഒ പി ബിയും എക്സ് പി ബിയും ഈക്വൽ ആണെന്ന് പറയാം. കാരണം ഈ ഒരു ലൈനിൽ തന്നെ വരണം അല്ലെ. ഈ റേഡിയസിനകത്ത് തന്നെ എക്സ് എന്ന് പറയുന്ന പോയിന്റ് വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും ഈക്വൽ ആണ്, രണ്ടുപേരും 90 ഡിഗ്രി ആണെന്ന് അല്ലെ. അല്ലാതെ വേറെ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് 90 ഡിഗ്രി വരില്ല. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് എപ്പോഴും സർക്കിളിന്റെ സെന്ററിൽ കൂടെ മാത്രമേ പാസ് ചെയ്ത് പോകുള്ളൂ. സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുവുള്ളൂ, എങ്കിലേ അവിടെ അത് 90 ഡിഗ്രി വരുന്നുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ സർക്കിളിന് വേറെ എവിടെയെങ്കിലും പോയിന്റ് ഇട്ടിട്ട് നമ്മുടെ ടാൻജന്റുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും 90 ഡിഗ്രി വരില്ല, അതോടൊപ്പം അത് പെർപെൻഡിക്കുലറും അല്ല. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ കറക്റ്റ് ഈ ഒ പി എന്ന് പറയുന്ന ഈ ലൈനിൽ തന്നെ നമുക്ക് എക്സ് കിടക്കുവാണെങ്കിൽ കറക്റ്റ് ആണ് അല്ലെ. പക്ഷെ ഇവിടെ എക്സ് കിടക്കുന്നത് ഒ പി എന്ന് പറയുന്ന ലൈനിലല്ല. അപ്പൊ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് പോസിബിൾ. അതായത് പോസിബിൾ ആവണമെങ്കിൽ അല്ലെ, ഇത് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ, അതായത് എക്സ് പി ബിയും ഒ പി ബിയും 90 ഡിഗ്രി വരണമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ only when OP and XP, OP and XP, OP എന്ന് പറയുന്ന ലൈനും XP എന്ന് പറയുന്ന ലൈനും കോയിൻസിഡന്റ് ആയിരിക്കണം. അതായത് ഒരേ ലൈനിൽ തന്നെ വരണം അല്ലെ. നമ്മൾ കോയിൻസിഡന്റ് ലൈൻ പഠിച്ചതാണ്, നമ്മുടെ ലീനിയർ ഇക്വേഷനകത്ത് ഗ്രാഫ് വരച്ചപ്പം കോയിൻസിഡന്റ് ലൈൻ പഠിച്ചതാണ്. അതായത് ഒരേ ലൈനിൽ തന്നെ പോയിന്റ്സ് എല്ലാം കൂടെ വരുന്നു, അതാണ് കോയിൻസിഡന്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ, ഇത് രണ്ടും 90 ഡിഗ്രി വരണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒ പിയും എക്സ് പിയും കോയിൻസിഡന്റ് ആയിട്ട് വരണം. ഓക്കെ, therefore the perpendicular drawn at P passes through the origin. Therefore the perpendicular drawn at P, അതായത് നമ്മൾ പിയിൽ കൂടി വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ drawn at P passes through the center. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യങ്ങൾ. കാരണം
നമുക്കിത് ഇങ്ങനെ ഒ പിയിൽ വന്നെങ്കിൽ മാത്രമേ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുള്ളൂ. അതോടൊപ്പം ഒ പി ഇങ്ങനെ വന്നെങ്കിൽ മാത്രം പെർപെൻഡിക്കുലർ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഒ പി എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രലിലായിരിക്കണം ഈ ഒ വരുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമുക്കിത് ഒരിക്കലും പെർപെൻഡിക്കുലർ എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ എക്സ് പി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് പെർപെൻഡിക്കുലർ അല്ല, അല്ലെ? പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ കറക്റ്റ് സെൻട്രൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോകണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുകയാണ്. എക്സ് പി ബി 90 ഡിഗ്രി എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അതല്ല അത് ഇതിനേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രൂഫിലേക്ക് എത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും ഈ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം എ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ടാൻജന്റ് വരച്ചിരിക്കുന്നു. അറ്റ് എ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ. അത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് സെന്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ ആണ്. ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഈസ് 4 സെന്റിമീറ്റർ ആൻഡ് ഫൈൻഡ് ദ റേഡിയസ്. ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം എ പോയിന്റ് എ അറ്റ് എ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഈസ് 4 സെന്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ്. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമുക്കറിയാം ഒ പി റേഡിയസ് എന്ന് പറയുന്നത് ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ ഒ പി എ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മുടെ തിയറം അനുസരിച്ച് നമുക്ക് എഴുതാം ഒ പി പെർപെൻഡിക്കുലർ ടു എ പി. ഒ പി എന്ന് പറയുന്നത് എ പിക്ക് പെർപെൻഡിക്കുലർ ആണ്. therefore ആംഗിൾ ഒ പി എ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ആ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒ എ എന്ന് പറയുന്ന ഹൈപ്പോട്ന്യൂസ് ആണ്, അല്ലെ? പൈതഗോറസ് തിയറം അനുസരിച്ച് എഴുതാൻ നമുക്ക് ഒ എ സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ എന്ന് എഴുതാം. അവിടെ നമുക്ക് റേഡിയസ് ആണ്, അതായത് ഒ പി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഒ പി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ മൈനസ് എ പി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെ? അപ്പൊ നോക്കിക്കേ, ഒ എ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ് മൈനസ് 4 സ്ക്വയർ. 5 സ്ക്വയർ 25 ആണ് മൈനസ് 16. that is equal to 9. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒ പി ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. സോ ദ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ആ ഒരൊറ്റ തിയറമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ ഒരു കണ്ടീഷൻ വെച്ച് വരുമ്പം ഇത് 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി ആകുമ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനകത്ത് നിന്ന് ഏത് ചോദിച്ചാലും നമുക്ക് ഈ ഒരു പൈതഗോറസ് തിയറം വെച്ച് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.